ആകലോകക്കാരണമുത്തൊളി യാ റസൂലേ, ആകലോക പൂരണ വിത്തൊളി യാ ഹബീബേ, ആകലോകക്കാരണമുത്തൊളി യാ റസൂലേ, ആകലോക പൂരണ വിത്തൊളി യാ ഹബീബേ. എൻ്റെ ഉസ്താദ് കടയിൽ മുമ്പ് മുസ്ലിയാർ എപ്പോഴും പാടുന്നൊരു പാട്ടായിരുന്നു ഇതിങ്ങനെ. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് എല്ലാ നിലക്കും നൂറാണ്, പ്രകാശമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ എത്രമാത്രം ഖേദകരമായിരിക്കും, എത്രമാത്രം അന്ധകാരത്തിലായിരിക്കും ഈ ലോകം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നേക്ക് വന്നിട്ട് 1500 വർഷത്തോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് വന്നു, നമ്മളിലേക്ക് നൂറായിട്ട് വന്നു, നമ്മളിലേക്ക് ഇൽമ്. ഇന്നീ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ എന്നുള്ളതാണ്. നിങ്ങളിൽ എന്നെ അയക്കപ്പെട്ടത് ട്രെയിനിങ് നൽകപ്പെട്ട ഒരു അധ്യാപകനായിട്ടാണ് എന്നുള്ളതാണ്. തികച്ചും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് അറിവില്ലായ്മകളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച മുത്തുനബിയാണ്. ഇന്നത്തെ അന്ധകാരമില്ലായ്മയിൽ നിന്ന് നമ്മളെ കരകയറ്റിയ മുത്തുനബിയാണ്. ആ മുത്തുനബിയുടെ ജന്മദിനമാണ് നമ്മളിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. 2 മാസം, ഈ സഫർ മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വലാണ്. ആശിഖീങ്ങളുടെ മാസമാണ്. നമുക്കിങ്ങനെ പാടേണ്ടതില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് എത്രമാത്രം പാടിയാലും തീരുകയില്ല. അത്രമാത്രം റസൂലുള്ളാഹിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, നമുക്ക് ഓർക്കാനുണ്ട്, നമുക്ക് ചിന്തിക്കാനുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് വന്നത് എത്രമാത്രം മനോഹരമായിട്ടാണ്, എത്രമാത്രം നമ്മളിലേക്ക് ചിന്തകൾ നൽകാനായിട്ടാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ലായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രം ഇരുണ്ടതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് ഡാർക്ക് ഏജ് എന്നായിരുന്നു, അതായത് ഇരുണ്ട കാലഘട്ടം എന്നുള്ളത്. അത്രമാത്രം മോശത്തിലായിരുന്നു അവരുടെ വിചാരം എന്താണെന്ന്, അതുപോലെ ഉമ്മയും ബാപ്പയും എന്താണെന്ന്, സ്വന്തം മകൾ ആരാണെന്ന് ആ തിരിച്ചറിവില്ലായ്മ ഉണ്ടായില്ലായിരുന്നു. അത്രമാത്രം മോശത്തിലേക്കായിരുന്നു അവരെല്ലാം കൂപ്പുകുത്തിയിരുന്നത്. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പോയ നന്മ ചെയ്ത സ്വർഗത്തിലേക്കും തിന്മ ചെയ്ത് പോയി കഴിഞ്ഞാൽ നരകത്തിലേക്കും എന്നൊക്കെ ഒരു വ്യക്തത. ആ ഏതൊരു അമലിനും അതിൻ്റേതായ പവിത്രതയും അതിൻ്റേതായ മാന്യതയും അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അതാണ് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂലുള്ളാഹിൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലേണ്ട ആളുകളാവണം നമ്മൾ, എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നവരാവണം. ഏറ്റവും വലിയ പിശുക്കനെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചപ്പോൾ ആ സമയത്ത് സ്വഹാബാക്കളോട് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടിയുണ്ട്. ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്നറിയോ? എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആളാണ് യഥാർത്ഥത്തിലുള്ള പിശുക്കനെന്ന്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, ആ റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. അള്ളാഹു നന്മ മനസ്സിലാക്കുവാനും അതിൻ്റെ അഹ്ലുകാരായി പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.